ഇവിടെ നമ്മുടെ ജോൺ ഒരു വിജനമായ ദ്വീപിലേക്ക് ജോലിക്ക് പോവുകയാണ്. ഇവനൊരു കാലാവസ്ഥാ നിരീക്ഷകനാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന കാലാവസ്ഥാ നിരീക്ഷകൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റന്റെ കൂടെയാണ് ജോൺ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ജോണിന് താമസ സ്ഥലം കാണിച്ചു കൊടുത്ത ശേഷം അടുത്തുള്ള ലൈറ്റ് ഹൗസ് കീപ്പറെ കാണാനായിട്ട് ഇവരെല്ലാവരും കൂടി പോവുകയാണ്. ആ ഒരു ലൈറ്റ് ഹൗസ് കീപ്പറിന്റെ പേര് ഗ്രൂണർ എന്നാണ്. അയാളൊരു പരുക്കൻ മനുഷ്യനായിരുന്നു. അടുത്ത ദിവസം ജോണിന് ഇതിനു മുമ്പ് ഡ്യൂട്ടി ചെയ്ത ആളുടെ ഡയറി കിട്ടുന്നുണ്ട്. അതിൽ പല ഭീകരമായിട്ടുള്ള കടൽ ജീവികളെ പറ്റിയിട്ടുള്ള വിവരങ്ങളും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അന്ന് രാത്രി ജോൺ ഉറങ്ങിയപ്പോൾ ഭീകരന്മാരായിട്ടുള്ള കുറച്ച് സത്വങ്ങൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. ജോൺ ഉടനെ തന്നെ സെല്ലാറിൽ കയറി ഒളിച്ചു. രാവിലെ സെല്ലാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ജോണിന് ഒരു കാര്യം മനസ്സിലായി. ഈ വീടിന് ചുറ്റും ഇപ്പോൾ കാൽപാദങ്ങളുണ്ട്. അത് ഫോളോ ചെയ്ത് പോയപ്പോൾ അത് കടലിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നതെന്ന് അവന് മനസ്സിലായി. അടുത്ത ദിവസം ജോൺ ലൈറ്റ് ഹൗസിൽ നിൽക്കുന്ന നമ്മുടെ ഗ്രൂണറെ ഒരു ബൈനോക്കുലർ വെച്ച് നോക്കുകയാണ്. ഗ്രൂണറിന്റെ അടുത്തായിട്ട് ഒരു ജീവിയെ അവൻ കാണുന്നുണ്ട്. നമ്മുടെ ജോൺ ആണെന്നുണ്ടെങ്കിൽ ഗ്രൂണർ അറിയാതെ അവനെ പിന്തുടരുന്നു. ഒരു പാറക്കാട്ടിൽ വെച്ച് ഒരു ജീവി ജോണിനെ ആക്രമിക്കാനായിട്ട് വരികയാണ്. ജോൺ അപ്പോൾ തന്നെ അതിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു. ഒഴുക്കും ഗ്രൂണർ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് അത് ഉപദ്രവകാരിയല്ല എന്നും പറയുന്നു. അപ്പോൾ പിന്നെ രാത്രി വരുന്ന ആ ഒരു സത്വങ്ങൾ ആരാണ്? ഈ ഒരു സിനിമയുടെ മലയാളം എക്സ്പ്ലനേഷൻ നമ്മുടെ മെയിൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അവിടെ പോയി കണ്ടേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.